പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയമുഹൂർത്തത്തിൽ സ്ഥാനാർത്ഥി നിർണയം ത്വരിതഗതിയിൽ പുരോഗമിക്കുന്ന ഈ വേളയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് ഈ വീഡിയോ. ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അതെന്താണെന്നോ? ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് LDF-നെ സംബന്ധിച്ച്, ഇടത് മുന്നണിയെ സംബന്ധിച്ച് ഒരു അതിജീവന പോരാട്ടം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല. തോറ്റാൽ ഈ LDF എന്ന് പറയുന്ന സംവിധാനം, പ്രത്യേകിച്ച് CPIM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ബദൽ, ഇന്ത്യയിലെ ജനങ്ങൾ എക്കാലവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ രാഷ്ട്രീയ ബദൽ അതോടെ അവസാനിക്കും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. അത് പറയുമ്പോൾ ചിലപ്പോ തോന്നും ഇത് കുറച്ച് കടന്ന കൈയല്ലേ, ഒരു തെരഞ്ഞെടുപ്പിലൂടെ അവസാനിപ്പിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണോ CPM എന്നൊക്കെ തോന്നാം. പക്ഷേ ആ കാലം കഴിഞ്ഞിരിക്കുന്നു. പ്രിയ സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. പശ്ചിമ ബംഗാളും ത്രിപുരയും ഒരിക്കൽ പുറകോട്ടടിച്ചാൽ എങ്ങനെ തിരിച്ചു വരാതിരിക്കാം എന്നതിന്റെ പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു. ഇനി സമീപകാലത്തെങ്ങും ഈ ത്രിപുരയും പശ്ചിമ ബംഗാളും CPM-ന്റെ വരുതിയിൽ, CPM-ന്റെ നിയന്ത്രണത്തിൽ വരില്ല എന്നത് 100% സത്യമാണ്. അതിനുതകുന്ന വിധത്തിലുള്ള കോർപ്പറേറ്റ് BJP കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ സ്വാഭാവികമായിട്ടും അധികാരത്തിൽ വരിക UDF തന്നെയാണ്. ഈ അടുത്ത ഈ 2026 തെരഞ്ഞെടുപ്പിൽ LDF തോറ്റാൽ സ്വാഭാവികമായിട്ടും UDF അധികാരത്തിൽ വരും. വന്നാൽ അവർ അവരുടെ തനി സ്വഭാവം പുറത്ത് കൊണ്ടുവരികയും യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പദ്ധതികളോ നടപ്പാക്കില്ലെന്ന് മാത്രമല്ല, സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും ഒരു കൂത്തരങ്ങായി അത് കേരള ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു രാഷ്ട്രീയ പുനർജന്മമായി അവശേഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ സ്പേസ്, അങ്ങനെ സംഭവിക്കാനിടയുള്ള ആ സ്പേസ് പിന്നീട് 2030 ഉപയോഗിക്കാൻ പോകുന്നത് BJP ആയിരിക്കും. BJP എന്ന് പറയുന്ന കോർപ്പറേറ്റ് സംവിധാനം, എല്ലാം വിലക്കെടുക്കാൻ കഴിവുള്ള ആ കോർപ്പറേറ്റ് സംവിധാനം കോൺഗ്രസിനെ നിഷ്പ്രയാസം ഉന്മൂലനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മുടെ കൺമുമ്പിലുണ്ട് ചരിത്രങ്ങൾ. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്ന് വേണ്ട, ഇതുവരെ BJP ഒരിക്കൽ അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനവും പിന്നീട് കോൺഗ്രസിന് പച്ച തൊടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർ ആധുനികവൽക്കരിക്കപ്പെട്ട ഈ കോർപ്പറേറ്റ് പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു. അവരുടെ ഹൈന്ദവതയും ഹിന്ദുത്വ തീവ്രവാദവും എല്ലാം ഒരു മറ മാത്രമാണ്, ഒരു പുറമോടി മാത്രമാണ്. അതിനെ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥതയും ആ രാഷ്ട്രീയത്തോട് പോലും, സംഘപരിവാർ രാഷ്ട്രീയത്തോട് പോലും ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരല്ല BJP-ക്കാർ. അതുകൊണ്ട് അത് അവർ ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ് വിമുക്ത രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമ്മ്യൂണിസ്റ്റ് വിമുക്ത രാഷ്ട്രമാക്കി മാറ്റും എന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഏക സംസ്ഥാനം ഇപ്പോഴും കേരളമാണ്. അതുകൂടെ ഇല്ലാതായാൽ
ഏറ്റവും മികച്ച രീതിയിലുള്ള ഹൈന്ദവ രാഷ്ട്രീയം നടപ്പാക്കപ്പെടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ജീവൽ പ്രധാന വിഷയമായി നിലനിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ്? സത്യത്തിൽ 1980-കളില് SFI DYFI വസന്തകാലത്ത് ജീവിച്ചിരുന്നവരാണ് ഇപ്പോൾ 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ഇവിടുത്തെ ജനത. അവർ അത്യധികം പൊളിറ്റിക്കലാണ്. അവർ രാഷ്ട്രീയ ചിന്തയുടെ അടിവേര് കണ്ട ഒരു തലമുറയാണത്. ആ തലമുറ അപ്രത്യക്ഷമായാൽ ഈ പുതുതലമുറ ക്യാമ്പസുകളിലെല്ലാം SFI ജയിക്കുന്നുണ്ട്. DYFI പ്രസ്ഥാനം ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അതൊക്കെ സത്യമാണെങ്കിലും ഇനിയൊരു വസന്തം, ഒരു വിപ്ലവ വസന്തത്തിന് കേരളത്തിൽ ബാല്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതിന് മികച്ച ഭരണ മാതൃകകൾ ഉണ്ടാകണം. അങ്ങനെ മികച്ചൊരു ഭരണ മാതൃക സൃഷ്ടിച്ച കഴിഞ്ഞ 10 വർഷങ്ങളാണ് കടന്നുപോയത്. ആദ്യത്തെ 5 വർഷക്കാലം കേരളം നേരിട്ട ഗുരുതരമായ പ്രശ്നങ്ങളെ, നിപ്പ, അതുപോലെ കോവിഡ്, പ്രളയം, ഓക്കി പോലുള്ള ദുരന്തങ്ങൾ, ക്രൈസിസ് മാനേജ്മെന്റിന്റെ കാലമായിരുന്നെങ്കിൽ പിന്നീട് വന്ന പിണറായി സർക്കാർ കേരളത്തെ വികസനത്തിന്റെ പരമോന്നതിയിലെത്തിച്ചു എന്നത് സത്യമാണ്. അതുപോലെ അതിനൊരു പിന്തുടർച്ച ഉണ്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറ ഈ BJP കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ പ്രലോഭനങ്ങളിൽ പെട്ടുപോവുകയും ഈ പുതുതലമുറ അവർ ഈ നിലവിൽ SFI DYFI പോലുള്ള പ്രസ്ഥാനങ്ങളിൽ അഭിരമിക്കുമ്പോഴും അവരെ വിലക്കെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രത്യയശാസ്ത്ര ബോധമേ അവർ ആർജിച്ചിട്ടുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് അത് ഇവിടുത്തെ BJP കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്കുണ്ട്. അതവർ ഫലപ്രദമായി നടപ്പാക്കും. ഈ കേരളം എന്ന് പറയുന്ന മതേതര സെക്കുലർ ജനാധിപത്യ പുരോഗമന ഭൂമിക ഇല്ലാതാവും. അതിന് ഇടം കൊടുക്കാത്ത വിധം ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്നുള്ള ചിന്തയിൽ ഏറ്റവും ജനപ്രിയരായ, ജനങ്ങളുടെ അംഗീകാരമുള്ള, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും സുവർണ ശോഭ പകർന്ന നേതാക്കൾ, പ്രവർത്തകരെല്ലാം തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടണം. പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ശൈലജ ടീച്ചർ, ഡോക്ടർ തോമസ് ഐസക്, പ്രൊഫസർ C രവീന്ദ്രനാഥ് പോലുള്ള മികവുറ്റ വ്യക്തിത്വങ്ങൾ ഈ ഇടതു മുന്നണിയുടെ CPM പാനലിൽ ഉണ്ടാവണം എന്നത് എന്നെ പോലുള്ള അനേകായിരം, ലക്ഷം CPM അനുഭാവികളുടെ ഒരു പ്രതീക്ഷയാണ്, അവരുടെ ഒരു ആഗ്രഹമാണ്. CPIക്കകത്തും അതുപോലെ ഓരോ ഘടകകക്ഷിയും സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ അവരുടെ ജനപ്രിയതയും അവരുടെ പ്രവർത്തന മികവും പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷങ്ങളുടെ നേട്ടം മാത്രം ഉയർത്തി കാണിച്ച് അടുത്ത ഒരു 5 വർഷക്കാലം സുരക്ഷിതമായി, ആ 5 വർഷം അതിനിർണായകമാണ്. അത് വരാനിരിക്കുന്ന വലിയൊരു കാലത്തിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.